നടുവേദനയാണെന്ന് കരുതി പെയിൻ കില്ലർ കഴിച്ചു നടക്കുകയാണോ? പക്ഷേ ചില നടുവേദനകൾ ഒരിക്കലും അവഗണിക്കരുത്. അവ ചില മെഡിക്കൽ എമർജൻസികളുടെ ലക്ഷണമാകാം. നടുവേദനയുണ്ടെങ്കിൽ ഉടൻ ആശുപത്രിയിൽ പോകേണ്ടതായ 5 എമർജൻസി സൈൻസ് പറഞ്ഞു തരാം. ഒന്നാമത്തെ ലക്ഷണം കാലിലേക്കുള്ള ബലക്കുറവ് വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാല് വലിച്ചു നടക്കുക, അല്ലെങ്കിൽ നടക്കാൻ തന്നെ പറ്റായിക വരിക, പടികൾ കയറാൻ പറ്റായിക വരിക, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഞരമ്പിന് അതിശക്തമായ സമ്മർദ്ദമുണ്ടെന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ ലക്ഷണം മലമോ മൂത്രമോ നിയന്ത്രിക്കാൻ സാധിക്കായിക വരിക എന്നുള്ളതാണ്. മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോൾ പോവായികയും ഒപ്പം അറിയാതെ തന്നെ മലമൂത്ര പ്രവർത്തനങ്ങൾ സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കോഡ ഇക്വിന സിൻഡ്രോം പോലുള്ള അടിയന്തരാവസ്ഥകളുടെ ലക്ഷണമാകാം. മൂന്നാമത്തെ ലക്ഷണം ജനനേന്ദ്രിയത്തിലും ഇരിക്കുന്ന ഭാഗത്തും മരവിപ്പ് അനുഭവപ്പെടുക എന്നുള്ളതാണ്. ബട്ടക്സ്, ഗ്രോയിൻ മുതലായവ ഉൾപ്പെടുന്ന ഈ സാഡിൽ ഏരിയയിൽ സെൻസേഷൻ കുറയുകയാണെങ്കിൽ അതൊരു എമർജൻസി സൈൻ ആണ്. നാലാമത്തെ ലക്ഷണം ഒരു അപകടത്തിന് ശേഷമുള്ള അതികഠിനമായ വേദനയാണ്. വീഴ്ചയാലോ വാഹനാപകടത്താലോ അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് വീണതിനാലോ അതിനുശേഷം അതികഠിനമായ വേദന അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ഫ്രാക്ചർ സസ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അഞ്ചാമത്തെ ലക്ഷണം പനിയോടൊപ്പമുള്ള നടുവേദനയാണ്, അല്ലെങ്കിൽ ഇതിനൊപ്പം കാരണമില്ലാതെ ശരീരഭാരം കുറയലും കൂടിയാണ്. ഇത് ചിലപ്പോൾ സ്പൈൻ ഇൻഫെക്ഷൻ, ക്യാൻസർ മുതലായ ഗുരുതരമായ കാരണങ്ങൾ കൊണ്ടാകാം. പ്രത്യേകിച്ചും രാത്രിയിൽ ഉറക്കം കെടുത്തുന്ന പോലുള്ള വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഈ ഘട്ടത്തിൽ പരിശോധന ആവശ്യമാണ്. ഒരു പ്രധാന കാര്യം, ഇങ്ങനെയുള്ള ലക്ഷണമുള്ളപ്പോൾ ഒരിക്കലും ചൂട് പിടിച്ചോ മസാജ് ചെയ്തോ തൈലം ഇട്ടോ എല്ലാം സമയം കളയരുത്. എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻ്റെ അടുത്ത് വരുന്ന നടുവേദന രോഗികളിൽ എപ്പോഴാണ് വേദന തുടങ്ങിയതെന്നും കാലിലേക്ക് അത് അനുഭവപ്പെടുന്നുണ്ടോ എന്നും ഒപ്പം കാലിന് ബലക്കുറവുണ്ടോ ഇവയെല്ലാം പരിശോധിക്കുന്നതിനൊപ്പം തന്നെ റിഫ്ലക്സ്, സ്പൈൻ എക്സാമിനേഷൻ, നെർവ് ഫംഗ്ഷന്റെ എക്സാമിനേഷൻ ഇതെല്ലാം ചെയ്ത ശേഷം മാത്രമാണ് ചികിത്സ നിശ്ചയിക്കുന്നത്. നടുവേദന കുറയ്ക്കുക മാത്രമല്ല, പെർമനന്റ് നെർവ് ഡാമേജ്, ഒപ്പം നടക്കാൻ കഴിയായിക, മലമൂത്ര പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയായിക മുതലായ സങ്കീർണതകൾ ഒഴിവാക്കുക എന്നുള്ളതും വളരെ വളരെ പ്രധാനമാണ്. ഈ എമർജൻസി സൈൻസ് തീർച്ചയായും എല്ലാവരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ. ഒപ്പം സ്പൈൻ ഹെൽത്ത്, ഡിസ്ക് ബൾജ്, സയാറ്റിക്ക, ലോവർ ബാക്ക് പെയിൻ മുതലായവയെക്കുറിച്ച് കൂടുതൽ അറിവുകൾക്കായി ഈ അക്കൗണ്ട് ഫോളോ ചെയ്യൂ.